ദേവരെ, എനിക്ക് അങ്ങയോട് അനിഷ്ടമാണ്. എന്തേ നീ എനിക്ക് ഇത്രയും കഴിവ് തന്നില്ല? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ സാധനങ്ങൾക്കും അതിന്റേതായ സ്വഭാവവും വൈരൂപ്യവും ഉണ്ട്. അവൻ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല, അവൻ എല്ലാം പരിഷ്കരിക്കണം അത്രേ. ബർഗറിൽ എന്തൊക്കെ ചെയ്ത് മുളച്ച് കിട്ടാൻ മാവിലൂക്കി പൊരിച്ച് പരിഷ്കരിച്ച് വെച്ചേക്കണം. ചുമ്മാ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഫോർ എവർ സ്വന്തം ഫിലിം ഫോർ പോലും വെളിയിലെടുത്തിട്ട് കത്രിയേക്ക് വെട്ടിപ്പോൾ പരിഷ്കരിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞ ജങ്ക് ഫുഡിന് ഇവന് ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. കുക്കിങ്ങിന്റെ സി പോലും അറിഞ്ഞിടത്തെ, പാചകത്തിന്റെ പാ പോലും അറിഞ്ഞിടത്തെ ഇവനൊക്കെ കടലമാവ് വെച്ച് വേണമെങ്കിൽ കല്യാണ പെണ്ണിനെ വരെ ഒരുക്കി കളയും. ആ കൈ കഴിവിടുന്ന നിനക്ക് സൂക്കേടിലുള്ള നോബൽ സമ്മാനം ഉറപ്പ്. നെക്സ്റ്റ് ജന്മത്തെ എനിക്ക് ഇറച്ചിവെട്ടുകാരന്റെ കടയിൽ കാക്കയായിട്ട് ജനിച്ചാലും മനുഷ്യനായി ജനിക്കണ്ടേ? എനിക്കിതൊന്നും കണ്ട് ജീവിക്കാനും വളരാനും വയ്യ. ജങ്ക് ഫുഡിന് ജാതകം എഴുതി കൊടുത്തവനെ, വിഷത്തിന് വെറൈറ്റി കണ്ടുപിടിച്ചവനെ, ഒന്ന് അടങ്ങ് നീ. ബർഗർ ഉണ്ടാക്കി വെച്ചേക്കണ്, ബാറ്റിസ്റ്റ് പോലും തിന്നൂല. നിങ്ങൾ സ്വർഗത്തിൽ ഫ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ? ഇതാണ് സ്വർഗത്തിൽ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഫ്രിഡ്ജ്. എന്റെ വീട്ടിൽ കൊണ്ടൊരു ഫ്രിഡ്ജ് പറഞ്ഞ ഫ്രഞ്ച് ജ്യൂസ് അടിച്ചിരിക്കുന്ന ചത്ത പല്ലി വരെ കാണാം. ആത്മാവ് പ്രസവിച്ച നാരങ്ങ, അരതളർന്ന മുറി തേങ്ങ, അടപ്പ് തുറന്ന് അന്തം വിട്ടിരിക്കുന്ന കൊക്ക കോള, അനാഥനായി ആർക്കും വേണ്ടാത്ത അച്ചാർ ഉണ്ട, ആരേലും എടുത്തുകളെന്ന് ആഗ്രഹിച്ച് അഴുകിയിരിക്കുന്ന പച്ചക്കറികൾ, പച്ച വെള്ളം നിറച്ച് പാഴായി പോയ കുപ്പികൾ, ഇതൊക്കെയാണ് എന്റെ ഫ്രിഡ്ജിൽ ഞാൻ കാണുന്നത്.